പത്തനാപുരത്ത് കീഴോട്ട് തറവാട്ടിൽ കുൽസിതം നടന്നു. നമ്മുടെ ഗണേശൻ കൊച്ചേട്ടന്റെ വീടാണ് ഈ കീഴോട്ട് തറവാട്, നമ്മുടെ ബാലകൃഷ്ണ പിള്ളയുടെ തറവാടേ. അപ്പം ഗണേശൻ കൊച്ചേട്ടൻ ഇപ്പം മറ്റേ വണ്ടിമന്ത്രിയൊക്കെ ആണല്ലോ. അങ്ങനെ ഇരിക്കെ ഗണേശൻ കൊച്ചേട്ടൻ ശനിയാഴ്ച എങ്ങാണ്ട് വീട്ടില് വെറുതെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഗണേശൻ കൊച്ചേട്ടന്റെ കൊച്ചേച്ചി അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നു. അപ്പോൾ കാണാൻ പാടില്ലാത്ത എന്തോ ഒരു സാധനം കൊച്ചേച്ചി കണ്ടെന്ന് പറഞ്ഞു. ഗണേശൻ കൊച്ചേട്ടൻ്റെ കാണാൻ പാടില്ലാത്ത എന്തായിരിക്കും ഈ കൊച്ചേച്ചി കണ്ടതെന്ന് അറിയാമല്ലോ. അതുപോട്ടെ, കഥ പറയാം. ഈ കൊച്ചേച്ചിയായിട്ട് ഗണേശൻ കൊച്ചേട്ടൻ പണ്ടേ അലമ്പാ. ഒരു 2019 നമ്മുടെ പണ്ടത്തെ IPS പരിപാടിയൊക്കെ കഴിഞ്ഞ് മറ്റേ മേയർ ആകാൻ പറ്റാത്ത കോർപ്പറേഷൻ ശ്രീലേഖ മാഡമില്ല, IPS ex-IPS പഴയ ശ്രീലേഖ മാഡത്തിൻ്റെ ഭർത്താവിൻ്റെ ഏതോ ഒരു കസിൻ സിസ്റ്ററാണ് നമ്മുടെ ഈ കീഴൂട്ട് ബാലകൃഷ്ണപിള്ള ഗണേഷ് കുമാറിൻ്റെ കൊച്ചേട്ടൻ്റെ പത്നി. ഇവ തമ്മിൽ നാത്തൂനാ. അങ്ങനെ ഇരിക്കെ 2019 കൊച്ചേട്ടനും കൊച്ചേച്ചിയും കൂടെ അടിയുണ്ടാക്കിയിട്ട് അതിനിടയ്ക്ക് ഇടനില നിൽക്കാൻ പോയതും അവരുടെ കോംപ്രമൈസിന് ശ്രമിച്ചതും ഒക്കെ ഈ ശ്രീലേഖ IPS ചേച്ചിയാണ്. കഴിഞ്ഞതിന് മുമ്പിലത്തെ മാസം എങ്ങാണ്ട് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നില്ലായിരുന്നോ? അന്നേരം എങ്ങാണ്ട് നമ്മുടെ കൊച്ചേച്ചി വീട്ടിൽ വന്ന് വോട്ടൊക്കെ ചെയ്തിട്ട് അങ്ങ് പോയി. ഈ കൊച്ചേട്ടൻ അലമ്പാണല്ലോ, ഗണേശൻ കൊച്ചേട്ടൻ അലമ്പായതുകൊണ്ട് ചേച്ചി നൈസായിട്ട് ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കുക. പക്ഷേ കൊച്ചേച്ചിക്ക് പണ്ടേ അറിയാം ഈ അലമ്പനാ, ഇങ്ങനെ കുറെ പ്രശ്നമുണ്ട്, ഒത്തിരി ചേച്ചിമാരൊക്കെ ഇവിടെ ഉത്സവത്തിന് വരുന്നുണ്ട് തറവാട്ടിൽ എന്നൊക്കെ ഉള്ള കാര്യം ഈ കൊച്ചേച്ചിക്ക് അറിയാം. അപ്പം കൊച്ചേച്ചിക്ക് അകപ്പാടെ ഇങ്ങനെ വലിയ ഇതുമില്ല, വലിയ ഈ പറയുന്ന വലിയ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും സർക്കാരിലും വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ കൊച്ചേച്ചി എന്നാ ചെയ്തെന്ന് വെച്ചാൽ കൊച്ചേച്ചിക്ക് ഇതെങ്ങനെയല്ലോ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ശനിയാഴ്ച കൊച്ചേച്ചി അപ്രതീക്ഷിതമായിട്ടൊരു ഉച്ചമുക്കാലൊക്കെ ആവുമ്പോഴത്തേനും കീഴോട്ട് തറവാടിൻ്റെ ഗേറ്റും തള്ളി തുറന്നിങ്ങി വന്നു. അന്നേരത്തേനും ദേണ്ട വാതൊക്കെ നിൽക്കുന്നു നമ്മുടെ ശാന്തൻ വളരെ അശാന്തനായിരുന്നു. കൊച്ചേച്ചിയെ തടഞ്ഞു ശാന്തൻ. കൊച്ചേച്ചി നേരെ കയറി വാതിലൊക്കെ ഇങ്ങനെ മലക്കെ തുറന്ന് ഇങ്ങനെ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഗണേശൻ കൊച്ചേട്ടനും ഏതോ ഒരു ചേച്ചിയും തമ്മിൽ കുലിച്ചത്. എന്നെ ചെയ്യാൻ പറ്റും? കൊച്ചേച്ചി നേരെ ഫോൺ എടുത്തു, ഫോട്ടം പിടിച്ചപ്പം എടാ ശാന്ത ഇവളെ പിടിച്ചോടാ എന്ന് പറഞ്ഞ് ഗണേശൻ കൊച്ചേട്ടൻ ഫുൾ ആക്റ്റീവായി. ഡ്രസ്സൊക്കെ ഇട്ടെന്നു തോന്നുന്നു, ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ശാന്തനാണെങ്കിൽ ചേച്ചിയെ വിട്ട് ചേച്ചിയുടെ ഇന്ന് ഫോൺ മേടിക്കാൻ മാക്സിമം നോക്കി, നടന്നില്ല. ചേച്ചി എന്നാ ചെയ്തായിരുന്നു വെച്ചാൽ നമ്മുടെ ശ്രീലേഖ IPS ചേച്ചിയെ കോൾ ഡയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയിട്ട് ശ്രീലേഖ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് പോയപ്പോഴത്തേനും ശാന്തൻ അങ്ങ് പേടിച്ചു പോയി. ഈശ്വര, IPSനെയൊക്കെ വിളിക്കുന്നു, പ്രശ്നമാവുമോ എന്നുള്ളൊരു പേടി. ആ ഗ്യാപ്പിൽ ചേച്ചി നൈസായിട്ട് ഡോറ് ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേനും ഏതൊരു പ്രദീപോ പ്രമോദോ അങ്ങനെ ഏതാണ്ട് ഒരുത്തനായിട്ട് ഡോറ് തള്ളിപ്പിടിച്ച് ഇറങ്ങാൻ സമ്മതിച്ചില്ല. ചേച്ചി എന്നാ ചെയ്തു, 112 അങ്ങ് കുത്തിയൊരൊറ്റ വിളി അങ്ങ് വിളിച്ചു. ഏത് നമ്മുടെ പോലീസിൻ്റെ ടോൾ ഫ്രീ നമ്പർ, എപ്പോൾ വേണേലും സഹായിക്കുന്ന നമ്പർ. ആ നമ്പർ വിളിച്ച് പോലീസുകാർ അത്രയ്ക്ക് പ്രശ്നമാണോ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അഡ്രസ്സും പറഞ്ഞു കൊടുത്തപ്പോൾ അഡ്രസ്സ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി പോലീസുകാർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇവർ പെട്ടെന്ന് ഓടിച്ചാടി പിടച്ചു വന്നപ്പോഴത്തേനും ദേണ്ട കീഴോട്ട് തറവാട്, നമ്മുടെ ഗണേശൻ കൊച്ചേട്ടൻ്റെ വീട്. ഗണേശൻ കൊച്ചേട്ടൻ ആരാ? വണ്ടി മന്ത്രി. അയ്യോ, നമുക്ക് ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല, ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഡീൽ ചെയ്യത്തില്ല, ഇത് ഡയറക്റ്റ് ഗോപാലൻ സെൻറ്ററുമായിട്ട് ഡീൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഗോപാല സെൻറ്ററുമായിട്ട് ഇത് ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് നേരെ പ്രാക്ടിക്കലി പോസിബിൾ അല്ലോ. ഇപ്പോൾ കൊച്ചേച്ചിക്ക് ഗോപാല സെൻറ്ററിൽ അങ്ങനെ വലിയ പിടുത്തമൊന്നുമില്ലല്ലോ. അപ്പം കൊച്ചേച്ചി പറഞ്ഞാൽ നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം കൊച്ചേച്ചിയുടെ പോലീസ് എന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്യും, പോയി പെട്ടിയും പൊക്കാണൊക്കെ എടുത്തോണ്ടെങ്കിൽ പോരെ, ഞങ്ങളിവിടെ മുറ്റത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. ചേച്ചി എന്നാൽ ആ ധൈര്യത്തിൽ കയറി പെട്ടിയും പൊക്കാണൊക്കെ എടുത്തോണ്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ഇവന്മാർ സ്കൂട്ടായി. പോലീസ് കിടന്നൊരു കൂട പോലും ഇല്ല, മനസ്സിലായില്ലേ? അവർ സ്കൂട്ടായി, പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? അന്നേരമുണ്ട് കൊച്ചേട്ടൻ ഈ പറയുന്ന പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ശാന്തൻ ഈ പെണ്ണിനെ എടുത്തോണ്ട് പറഞ്ഞാൽ പെണ്ണിനെ വണ്ടിയെ കയറ്റി ഒറ്റ പിടിയിൽ. അപ്പോൾ കൊച്ചേച്ചി മാത്രമേ ഉള്ളൂ, മറ്റേ പ്രമോദോ പ്രദീപോ അങ്ങനെ ഒരുത്തൻ. ഈ ഗണേശൻ കൊച്ചേട്ടനാണെങ്കിൽ പെരക്കകത്ത് കയറി കഥ കുടച്ചു. എന്നാ ചെയ്യാൻ പറ്റും? കൊച്ചേച്ചി ഒരു ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചേച്ചി പെട്ടിയും പൊക്കാണെടുത്ത് ടാക്സിയെ വെച്ചിട്ട് ഒറ്റ വീട്ടിൽ വിട്ടു. എന്നിട്ടും കൊച്ചേച്ചി മിണ്ടിയില്ലെന്നുള്ളതാണ് എൻ്റെ കോമഡി. എന്നിട്ട് കൊച്ചേച്ചി എപ്പോഴത് മിണ്ടിയെന്നറിയാവോ? ഇന്ന് ഈ സംഭവം ആരോ പറഞ്ഞു, നമ്മുടെ
കോൺഗ്രസിൻ്റെ അവിടെയുള്ള ഏതോ ഒരു യൂത്തൻ, അവൻ ഈ സാധനം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഒരു ഭീഷണിയും കൂടെ മുഴക്കി. ഭീഷണിയല്ല, ഇനി ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ, ഇനി ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നെ പിടിച്ച് ഉള്ളയിട്ടു എന്നൊരു ഡയലോഗ് അടിച്ചു. മറച്ച് പറഞ്ഞ ശരിയാണല്ലോ, നാട്ടുകാരൊക്കെ കണ്ടതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചേട്ടൻ്റെ അടുത്ത് ക്യാമറയൊക്കെ ആയിട്ട് കുറേ പേര് ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഗണേശൻ കൊച്ചേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേനും കൊച്ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ പല പ്രശ്നം ഉണ്ടാകും. 112 ഏത് വെളിവില്ലാത്തവരും ഏത് ഭ്രാന്തുള്ളവളൊക്കെ വിളിച്ചെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എന്നാ ചെയ്യാനാന്ന് ചോദിച്ചു. ചേച്ചിക്ക് ട്രിഗറാ, എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ചേച്ചി എന്നാ ചെയ്തു. ചേച്ചി ഈ പറഞ്ഞ പോലെ വിളിച്ച്, അത് ഏഷ്യാനെറ്റിലെ നമ്മുടെ കെമലേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, കെമലേഷ് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടെന്ന്. കെമലേഷ് നേരെ ഏഷ്യാനെറ്റിൽ എക്സ്ക്ലൂസീവായിട്ട് ഒറ്റ സാധനം അങ്ങോട്ട് പെട്ടച്ചു. അപ്പം എന്നാ സംഭവിച്ചു, മൊത്തം അറിഞ്ഞു. അതുവരെ മിണ്ടാണ്ടിരുന്ന ചാനലൊക്കെ, ഏഷ്യാനെറ്റ് രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഈ പരിപാടിയെ. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴേനും മാതൃഭൂമി ചെറുതായിട്ടൊന്ന് പിടിച്ചു. ഇപ്പോൾ സന്ധ്യ ആയപ്പോഴാണ് ബാക്കി ചാനലുകാരൊക്കെ ഇത് അറിഞ്ഞു വരുന്നത്. ചാനലുകാരൊക്കെ ഏത് കാനഡയിൽ പോയി കിടക്കുകയായിരുന്നു നമുക്ക് അറിയത്തില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആണെങ്കിൽ വീട്ടിൽ പോയി എക്സ്ക്ലൂസീവ്, അല്ലെങ്കിൽ ദിലീപിൻ്റെ ആയിരുന്നെങ്കിൽ ഹെലികോപ്റ്റർ വഴി കക്കൂസിൻ്റെ വെന്റിലേഷൻ വഴിയൊക്കെ ഇറക്കി വിട്ടിട്ടൊക്കെ ഗവേഷണം നടത്തിയേനെ. മറ്റേ ഡ്രോൺ വഴി ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്തേനെ. പക്ഷേ ഇവിടെ മാത്രം നമുക്കെന്തോ അതിനത്ര താല്പര്യമില്ല, അത്ര എക്സ്ക്ലൂസീവ് അല്ല. കാരണം ഒന്ന് വണ്ടി മന്ത്രിയാണ്, പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, കമ്മ്യൂണിസ്റ്റിൻ്റെ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. പിണറായി തമ്പുരാനൊക്കെ വല്ലതും ഇടപെട്ട് കഴിഞ്ഞാൽ ഇവന്മാരുടെ വൃക്ക പറഞ്ഞു പോകും. ഇങ്ങനത്തെ കുറേ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏഷ്യാനെറ്റിന് പിന്നെ പണ്ടേ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണാൻ മേലാത്തതുകൊണ്ട് അമ്മമാരെന്തും പറയും. അതുകൊണ്ട് അമ്മമാർ ആ സാധനം ടേക്കപ്പ് ചെയ്തു. പക്ഷെ ഇതിനകത്ത് കുഴപ്പമെന്നു പറഞ്ഞാൽ, ഈ കണ്ണിൽ മൂക്കെ കമ്മലിട്ട് കണ്ണിൽ സോഡാക്കുപ്പി കണ്ണാടിയും വെച്ചിരിക്കുന്ന ഫെമിനിച്ചി ചേച്ചിമാരല്ലേ, അവക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് ഒരുത്തിയും വന്നില്ല. അതെന്താണാവ? ഈ ബിന്ദു ചേച്ചി പെണ്ണല്ലായോ? എന്തിയേ നിങ്ങളുടെ ആവേശമൊക്കെ? ചായ കുടിക്കുന്ന കപ്പ് കാണാതെ പോയെന്ന് പറഞ്ഞു, പിണറായി തമ്പുരാൻ്റെ. അല്ലെങ്കിൽ ഇങ്ങനെ ഇൻ ദ ഡ്രീംസ് ഓഫ് ലിറ്റിൽ സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട്, അതല്ലല്ലോ, എന്നതായിരുന്നു അതാണ്ട് മോൺവാക്കോ എന്തോ ഒരു സാധനമൊക്കെ എഴുതി ഒരു സാധനം വെച്ചിട്ട് ചായ കുടിക്കായിരുന്നല്ലോ. ആ പരിപാടിയൊന്നും ഇല്ല ഇപ്പം. കാരണം ഇത് പ്രശ്നം നമ്മുടെ പാർട്ടിയിലുള്ളൊരു മന്ത്രിയുടെ പ്രവൃത്തിയിൽ മന്ത്രിക്കെതിരെയല്ല പറഞ്ഞേക്കുന്നത്. അപ്പം മന്ത്രിസഭയുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടാലെന്ന് പറഞ്ഞത് ചായ കുടി അങ്ങ് നിർത്തി. മനസ്സിലായില്ലേ? പ്രതിച്ഛായക്ക് വേണ്ടി ചായ കുടി നിർത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ സഖാവ് പിണറായി വിജയൻ മൾട്ടി ചങ്കൻ. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ കുൽസത്തിൻ്റെ കേസ്. അപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാറിന് പ്രണയമാകാം എന്നാണ് പറഞ്ഞത്. എനിക്ക് 5 അല്ല 500 പ്രണയമുണ്ട്, 5000 പ്രണയമുണ്ട്. എന്തുകൊണ്ട് പ്രണയിച്ചുകൂടാ? പ്രണയിക്കാത്ത മനുഷ്യനല്ല, പ്രണയം ഉദാത്തമായ എന്തോ സാധനമാണെന്നൊക്കെയാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ടായിരുന്നത് പ്രണയമല്ലേ? അല്ലാതെ രാഹുൽ മാങ്കൂട്ടം അറ്റ് എ ടൈം ഈ ഇതുപോലെ പല ആൾക്കാരെ അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ചെയ്ത് അങ്ങനെയല്ല സംഭവിച്ചത്. ഇവർ പറഞ്ഞേക്കുന്ന വർഷത്തിനകത്തും കാണുന്നില്ലല്ലോ, പല വർഷങ്ങൾ ഗ്യാപ്പിലാണല്ലോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അവർ തമ്മിൽ പ്രണയമായിരുന്നു. പിന്നെ കൊച്ചേട്ടൻ ഇല്ലാത്തൊരു കാര്യം അവിടെ സംഭവിച്ചത് കൊച്ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, പാലക്കാട് IVF ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ നിർത്തിപ്പോയി. രാഹുൽ മാങ്കൂട്ടം ഉണ്ടല്ലോ, അബോർഷൻ ചെയ്യുന്ന ഡോക്ടർമാരൊക്കെ ആ പണി നിർത്തിപ്പോയി. രാഹുൽ മാങ്കൂട്ടം ഉണ്ടല്ലോ. ഈ 2 പണിയും രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്നാണ് സാറ് പറഞ്ഞത്, കൊച്ചേട്ടൻ പറഞ്ഞത്. പക്ഷേ ഇതിനകത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പരിപാടിയിൽ കൊച്ചേട്ടൻ്റെ അത്ര എക്സ്പീരിയൻസ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല. കുറേ വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇതെങ്ങനെ ഈ പറയുന്ന പോലെ അബോർഷൻ ആകാതെ അല്ലെങ്കിൽ പണി പാളാതെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കൊച്ചേട്ടൻ അറിയാം. അത്ര എക്സ്പീരിയൻസ് ആ ചെറുക്കനില്ല. അവൻ കൊച്ചു പയ്യനല്ലേ, വലിയ പ്രായമൊന്നുമില്ല, 10, 33, 35 വയസ്സല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമായിരുന്നു. നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ പറഞ്ഞു കൊടുക്കണം, മുതിർന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കണം. എന്നല്ലാതെ എന്തെങ്കിലും അബദ്ധം കാണിച്ചെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കയറണം. അത് മാത്രമല്ല, ഇപ്പം കൊച്ചേട്ടൻ്റെ ആവശ്യം അതല്ലല്ലോ. കൊച്ചേട്ടൻ്റെ ആവശ്യം ഈ കുൽസം മാത്രമല്ല, അത് കുടുംബം ഉണ്ടാക്കണം, കുടുംബ ആസൂത്രണം ഒന്നും മൈൻഡിലല്ലോ. ഈ ചെറുക്കന് ചിലപ്പം കുടുംബ ആസൂത്രണമായിരിക്കും മൈൻഡിൽ. ഈ പറഞ്ഞ ഏതെങ്കിലും കൊള്ളാവുന്ന ഒരുത്തിയാണെങ്കിൽ അവളെ അങ്ങ് കല്യാണം കഴിച്ച് കൂടെ കൂട്ടിയൊക്കെ ഒരു കൊച്ചൊക്കെ ആയിട്ട് കൊച്ചിനെയൊക്കെ കളിപ്പിച്ച് ഭാവി യൂത്തിലേക്ക് രംഗത്തിനെ അങ്ങ് കൊടുത്തേക്കാന്നൊക്കെ വിചാരിച്ചായിരിക്കും പുള്ളി വിചാരിച്ചത്. മനസ്സിലായില്ലേ? പക്ഷെ കൊച്ചേട്ടന് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല.
കുൽസിതിക്കുക പോവുക. ഈ ശാന്തം കൊണ്ട് വിട്ടുള്ളൂ. ശാന്തം പിക്ക് ചെയ്യുന്നു. ശാന്തന് മറ്റേ ഇതിൻ്റെ പരിപാടിയാണ്, മറ്റേ ക്രോണിക് ബാച്ചലറിനകത്ത് മറ്റേ ഹരിശ്രീ അശോകൻ്റെ പരിപാടിയാണ്. മറ്റേ ബസ് സ്റ്റാൻഡിൽ പോയി ബസ് സ്റ്റോപ്പിൽ പോയി പിക്ക് ചെയ്യുന്നു, തിരിച്ച് ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ആ പരിപാടിയാണ് ശാന്തൻ. അതാണ് ശാന്തൻ. അപ്പം ആ പരിപാടിയും കഴിഞ്ഞ് കൊച്ചേട്ടൻ ഈ പറയുന്ന പോലെ ഈ കാര്യവും കഴിഞ്ഞിട്ട്, പക്ഷെ മറ്റാണ് അങ്ങനെ ആയിരിക്കുമല്ലോ ചിന്തിച്ച്. ഇനി അത് പോട്ടെ, കൊച്ചേട്ടൻ ഈ കാണിച്ച പരിപാടി മോശമാണെന്നോ അതിനകത്ത് ഒരു പ്രശ്നമുണ്ടെന്നോ ഉള്ള അങ്ങനൊരു ചിന്താഗതിയൊന്നും എനിക്കില്ല. കാരണം ഇന്നത്തെ നിയമം വെച്ചിട്ടാണെങ്കിൽ മെച്ചുവേർഡായിട്ട് രണ്ടുപേർക്ക് ഫിസിക്കലി റിലേഷൻഷിപ്പിലേക്ക് ഇടപെടുന്നതിന് നിയമപരമായിട്ട് തടസ്സമൊന്നുമില്ല. അതിനകത്ത് എത്തിക്സ് നോക്കേണ്ട കാര്യമില്ല. കൊച്ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. കാരണം വണ്ടി മന്ത്രി എന്നുള്ള രീതിയിൽ ഞാൻ മന്ത്രിസഭയിൽ എന്ത് ചെയ്യുന്നു, നാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മന്ത്രി സ്ഥാനം കൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ശരിയാ, അങ്ങനെയാണെങ്കിൽ പാലക്കാട് MLA എന്നുള്ള രീതിയിൽ MLA സ്ഥാനം കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയാൽ പോരാ. അന്നേരം കൊച്ചേട്ടൻ പറഞ്ഞ അങ്ങനെ അല്ലായിരുന്നല്ലോ. അതപ്പതനമല്ലേ. ഞങ്ങളുടെ സീറ്റിൽ അഭിമാനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതാണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ MLA സ്ഥാനം രാജിവെച്ച് പോകണ്ടേ, അല്ലെങ്കിൽ ഞങ്ങൾ ടിക്കറ്റിലാണ് മത്സരിച്ചതെന്ന് പറഞ്ഞിട്ട് MLA സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ്സുകാർ പറയേണ്ടെന്നൊക്കെ അല്ല ചോദിച്ചത്. ഇപ്പം MLAക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. മന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇമാതിരി ഉത്സവം പരിപാടികളും ചെയ്യുന്നതിനകത്തും പ്രശ്നമൊന്നുമില്ലേ? ഇല്ലേ? അപ്പം സ്വന്തം കാര്യത്തിൽ വന്നപ്പോഴത്തേനും പ്ലേറ്റ് മാറ്റിയല്ല. അതാണ് ഈ നമ്മൾ ഈ ഡബിൾ എന്ന് പറയുന്നത്. ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് വെക്കാം തൽക്കാലം. വേറെ ഡബിളാണ് ഞാൻ ഉദ്ദേശിച്ചത്, ആ ഡബിൾ ഇപ്പോൾ പറയുന്നില്ല. അപ്പം ഈ ഡബിൾ സ്റ്റാൻഡേർഡ് പരിപാടികൾ കൊണ്ട് നടക്കാതെ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. ഒന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടവും കൊച്ചേട്ടനും ചെയ്ത് അതിനകത്ത് നിയമപരമായിട്ട് യാതൊരു തെറ്റുമില്ല എന്ന് പറയാം. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്ത് തെറ്റാണെങ്കിൽ കൊച്ചേട്ടനും ചെയ്ത് തെറ്റാന്ന് അങ്ങോട്ട് അംഗീകരിക്കും. ഇത് കൊച്ചേട്ടൻ ചെയ്യുമ്പോഴും വലിയ ഉദാത്തമായ പ്രണയവും, രാഹുൽ മാങ്കൂട്ടം ചെയ്യുമ്പം അവിഹിതവും ടോർച്ചറിങ്ങും എങ്ങനെ ആകുന്നത്? ഇതും പ്രണയം തന്നെയല്ലേ. പ്രണയം, ഒരാളെ പ്രണയിച്ചു, അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി, അൺഫോർച്ചുനേറ്റ്ലി പ്രഗ്നൻ്റ് ആയി, അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അവർ അബോർഷൻ ചെയ്യാൻ കൺസെൻറ്റ് അല്ലെങ്കിൽ രണ്ടുപേരും തീരുമാനിച്ചു, അല്ലെങ്കിൽ ഇയാൾ ഫോഴ്സ് ചെയ്തു തന്നെ ഇരിക്കട്ടെ, പെണ്ണും സമ്മതിച്ച് അബോർഷൻ നടത്തി എന്നുള്ളത് ഒന്നാമത്തെ കേസ്. അത് കഴിഞ്ഞ് അവർ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാണ് രണ്ടാമത്തെ കേസ്. ആരും മെയിൽ അയച്ചെന്ന് പോലും ഇപ്പോഴും അറിയത്തില്ല. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു സംഭവം. അതൊക്കെ അത് കഴിഞ്ഞ് ബ്രേക്കപ്പായി കഴിഞ്ഞ് വേറൊരാൾ അങ്ങനല്ലേ. അല്ലാതെ ഇപ്പോൾ കൊച്ചേട്ടൻ പിന്നെ എങ്ങനെ കൊണ്ടു വെച്ചേക്കുന്നത്? ഒന്ന് ഇന്ന് നീ, നാളെ മറ്റോള്, കഴിഞ്ഞ് മറ്റോള് ടൈം ടേബിൾ കൊടുത്തേക്കാണ് ആൾക്കാർക്ക് തറവാട്ടിലോട്ട് ശാന്തൻ്റെ കൂടെ വരാനായിട്ട്. അല്ലല്ലോ. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അതിനകത്ത് നമുക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല. അത് കൊച്ചേട്ടൻ്റെ സൗകര്യം എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഫെമിനിസ്റ്റുകൾ കുറെ ഇതായിട്ട് വന്നായിരുന്നല്ലോ. ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു, സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ മണച്ച് നടക്കുന്നതെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഒരുത്തേം കണ്ടില്ലല്ലോ, ഇതെന്നെ പെണ്ണല്ലേ ഈ സ്ത്രീ. പിന്നെ തങ്കച്ചി, യാമിനി തങ്കച്ചി, അവർക്ക് കുറച്ചും കൂടെ ഗട്സ് ഉണ്ടായിരുന്നുകൊണ്ട് മൂക്കിടിച്ച് പരത്തിയിട്ട് തല്ലി നിന്നിട്ട് അവർ പോയി. ഇവർക്ക് അതിനുള്ള ഗട്സ് ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല. ഇനി അല്ലെങ്കിൽ ചിലപ്പം 112 ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് വന്നിട്ട് പോലീസ് വണ്ടി മന്ത്രിയുടെ വീടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മന്ത്രിക്ക് മേളിൽ പരുന്തും പറക്കലെന്നോ ഒക്കെ പറയാറില്ലേ? അങ്ങനെയാണെന്ന് ചിന്തിച്ച് ചിലപ്പോൾ അവരും ചെയ്ത് കാണില്ല. അല്ലെങ്കിൽ അവർക്ക് ഇതിപ്പോൾ കേസ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് തോന്നി. കാരണം അവർ കേസ് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നിന്നത്. പക്ഷേ KSUവിൻ്റെ പത്തനാപുരത്തെ ഏതോ ഒരു ആൾ, ഒരു KSU പ്രവർത്തകൻ DGPക്കോ മറ്റോ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പരാതി കൊടുക്കേണ്ട കേസാണല്ലോ. കാരണം ടോർച്ചർ ചെയ്യുക, ഇമോഷണലി ടോർച്ചർ ചെയ്യുക, അവരുടെ കോൾ റെക്കോർഡ് ലൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ അത് ഹാക്ക് ചെയ്യുക, അവരുടെ ഫോൺ ഹാക്ക് ചെയ്യുക, അവരുടെ കോൾ റെക്കോർഡ് ഹാക്ക് ചെയ്യുക, അവരാരൊക്കെ സംസാരിക്കുന്നു നോക്കുക, എന്നിട്ട് അവരെ വെച്ചിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഇതൊക്കെയാണ് കൊച്ചേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും പരിപാടി എന്നുള്ളത് മനസ്സിലായി. അപ്പം അത് ഏത് വകുപ്പിലാണ് ചെയ്യാൻ പറ്റുക? ഒരു ഗതാഗത മന്ത്രിക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ ഫോൺ റെക്കോർഡ് അല്ലെങ്കിൽ അവരുടെ കോൾ റെക്കോർഡ് ചെയ്യുക, അതിൻ്റെ സംഭാഷണങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ അവരുടെ ചാറ്റ് ഹാക്ക് ചെയ്യുക, ഇതൊക്കെ പറ്റുമോ? എന്ത് എത്തിക്സാണത്? ഏത് നിയമത്തിൻ്റെ പേരിലാണോ ചെയ്യുന്നത്? അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം. അപ്പം രാഹുലിന് ഒന്നെങ്കിൽ പറ്റും, അങ്ങനെ രാഹുലിന് പറ്റുമെങ്കിൽ കൊച്ചേട്ടനും, അല്ലെങ്കിൽ രാഹുൽ ചെയ്ത് തെറ്റാണെങ്കിൽ കൊച്ചേട്ടനും ചെയ്ത് തെറ്റാണെന്ന് സമ്മതിക്കണം. അല്ലെങ്കിൽ കൊച്ചേട്ടൻ ചെയ്തതാണ് ശരി, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല, ആരെങ്കിലും പ്രണയിക്കാതെ ഞങ്ങളുടെ സൗകര്യമാണെന്ന് രാഹുൽ ചെയ്തത് അത്രേ ഉള്ളൂ. അതിനകത്ത് ഈ ഒരു സംഭവമല്ലേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് നടക്കും. പുള്ളിക്ക് എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ പ്രണയമായിട്ട് കൂട്ടാമല്ലോ, ഇല്ലേ? ഒന്നെങ്കിൽ പറയുന്നതിന് ഈ ഒരു നിലപാട് വേണം, അല്ലെങ്കിൽ ഇമാതിരി ഡയലോഗായിട്ട് വരരുത്. പിന്നെ മറ്റേ സാധനം അധപ്പതനം എന്നുള്ള സാധനമാണല്ലോ. ഉളുപ്പുണ്ടെങ്കിൽ താനും രാജിവെക്കും. ഇപ്പോൾ 2 മാസം കൊണ്ടല്ലേ ഉള്ളൂ. എന്തായാലും ഈ തവണയും കൂടെ ഉള്ളൂ. ഇനിയിപ്പം പത്തനാപുരത്ത് അങ്ങോട്ട് മറിക്കും എന്ന് പറഞ്ഞ് മറിക്കാൻ നോക്ക്. മറിയൂലെന്നൊന്നും അറിയത്തില്ല.
എന്തായാലും ഇത്രയേ ഉള്ളൂ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.